ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പോൾ അപ്പാപ്പ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോകളിലും പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇത് കൈനഗിരി ടെർമിനലാണ് കേട്ടോ. കൈനഗിരി ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ടൗണിൽ നിന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടൊരു 4 കിലോമീറ്ററേ ഉള്ളൂ. അതായത് നമുക്ക് വണ്ടി ഒരു 3 കിലോമീറ്റർ വരെ വരും, ബാക്കി 1 കിലോമീറ്ററേ ഉള്ളൂ ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ, ഈ ടെർമിനലിൽ. അപ്പോൾ നമ്മുടെ ഇതിൽ ആ വള്ളം ഓടിപ്പോണതിൻ്റെ നേരെ ആ ഭാഗത്തായിട്ട് നമുക്കൊരു 3 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ്റെയാണ്. അപ്പം അത് കൊടുക്കാൻ പോവുക. അപ്പം നിങ്ങൾക്കും സ്വന്തമായിട്ട് കുട്ടനാട്ടിൽ ഒരു 3 സെൻറ്റ് സ്ഥലം, നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ അത് എന്തുവാ പറയുന്നത്, അത് കൈനഗിരി ടെർമിനലാണ് കേട്ടോ. കാരണം ഒരു 3 മണി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് സമയം ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് അത് ടെർമിനൽ. ആ ടെർമിനലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ആ ഹൗസ് ബോട്ട് കിടക്കുന്നതിൻ്റെ ഇപ്പറയാണ് കേട്ടോ ഞാൻ പറയുന്ന സ്ഥലം. അപ്പം നമ്മുടെ പെട്ടയ്ക്ക് നമ്മുടെ സഹോദരൻ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സഹോദരൻ്റെയൊക്കെ വള്ളമാണ്. നമ്മൾ പുറകിൽ വരുന്ന അവരറിഞ്ഞിട്ടില്ല കേട്ടോ. ആരും മിണ്ടണ്ട, അവർ ചിലപ്പോൾ നമ്മളെ നോക്കും. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ സ്പീഡ് കൂട്ടും. അവരും നമ്മൾ പെട്ടയ്ക്ക് പോവുക. ഇഞ്ചിനിൽ നിന്നും പുക പോകുന്നുണ്ട്, നമ്മുടെ ചേട്ടായിയുടെ വായിക്കകത്തുനിന്നും പുക പോകുന്നുണ്ട് കേട്ടോ. ചേട്ടായി നമ്മളെ കണ്ടിട്ടും കാണാതെ ഇരിക്കുവാന്ന് തോന്നുന്നു കേട്ടാ. പിണക്കോ കുട്ടനാട് ഏരിയയിലേക്കൊക്കെ സാധനത്തെ വീട് പണിക്കുള്ള സാധനം അവിടെ ഇറക്കുന്നു. നമ്മള് സബ്സ്ക്രൈബറാ കേട്ടാ, നമ്മുടെ സബ്സ്ക്രൈബറാണ് കുഞ്ഞുണ്ണിക്കുറുപ്പ്. കായംകുളം കൊച്ചുണ്ണി അല്ല, കുഞ്ഞുണ്ണിക്കുറുപ്പ്. അതൊക്കെ മീൻ പിടിക്കാൻ കേട്ടോ. ആണോ? അത് തകർക്ക്, ഞങ്ങൾ ഇറങ്ങട്ടെ, നമുക്ക് കാണാം. ഇത് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവറാണേ. സഹോദരൻ ഇവിടെ ബീച്ച് വരും. സഹോദരൻ ബീച്ച്, ആ ബീച്ചിൽ നിന്ന് പാടിക്കൂടെ ഞങ്ങൾ പോവാം. അതിന് ബീച്ച് കേട്ടോ. കളിയൻ ബീച്ച് കേട്ടോ. കളിയനിൽ സംസാരിക്കാൻ വേണ്ട ആളാണ്. വലിപ്പമുണ്ട്. ഇതിൻ്റെ അകത്ത് ചെമ്മീൻ നമ്മളെ കൈക്ക് നമുക്ക് തപ്പിയൊക്കെ അവൻ്റെ നമ്മുടെ അണ്ണം പറഞ്ഞ് അതിനകത്തൊരു ചേർമീനാണ്, വാഹ എന്നിട്ട് ചേർമീൻ കണ്ടെന്ന്. അതാണ് നമ്മുടെ ഇതാ. ചെന്നൈന്ന് പറയുന്നത് എന്തോ ഞാൻ കണ്ട് നമ്മുടെ ഈ മൂലയ്ക്ക് അണ്ണൻ അങ്ങോട്ട് കയറിയിട്ട് ഒരു റോപ്പ് എടുത്ത് കെട്ടിവെക്ക. ആ മൂല ഒന്ന് കെട്ടിക്കേ അണ്ണാ. അപ്പറേ കുണ്ടനാണ്ണ, അണ്ണൻ വള്ളത്തിൽ റോപ്പ് എടുക്കണ്ണ.
ചെമ്മീനെ കാച്ചല്ലേ. നമ്മുടെ ക്യാമറയ്ക്ക് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടാണ് സ്വരം കിട്ടുക. ആ മൂലയ്ക്ക് മൊത്തം ചെമ്മീൻ വന്ന് അടുങ്ങിയിരിക്കുക. അല്ല ചെമ്മീന നമ്മൾ അവിടുന്ന് ഈ ഒഴുക്ക് ഇങ്ങോട്ട് തെളിഞ്ഞ് വരാൻ നേരത്താണ് നമ്മുടെ ഈ വലയ്ക്കകത്തുള്ള ചെമ്മീൻ അങ്ങോട്ടും ആ മൂലയിലേക്ക് തടവലയിലേക്ക് ചെന്ന് അടുക്കുന്നത്. ആ ഇരിക്കുന്ന മൊത്തം ചെമ്മീനാണ് കേട്ടോ. നമ്മുടെ അത് തടവല, ഉള്ളുമ്പലയല്ല, അത് തടവല. ഉള്ളുമ്പല നമ്മുടെ അപ്പുറ സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. നോക്കിയേ, ഒരു പിടി ചെമ്മീനാ. ചെമ്മീൻ വലിയ ചെമ്മീനാണ് കേട്ടോ. അവിടെ കാലൻ ചെമ്മീൻ എന്ന് പറയും. സാധാരണ കൂടിൻ്റെ അകത്തൊക്കെ കിട്ടുന്ന ചെറിയ ചെമ്മീൻ, ഇത് കാലൻ ചെമ്മീൻ. ഈ പോളവേരിൻ്റെ അടി നമ്മൾ തപ്പാൻ നേരത്ത് ഒരു തപ്പിന് നമ്മൾ 5-6 ചെമ്മീൻ വീതം നമ്മുടെ കയ്യൊക്കെ കിട്ടും. എന്താ പറയുക, ഇനിയിപ്പം ഈ പോളയെല്ലാം നമ്മൾ വാരി ഇപ്പം മൊത്തം കരക്കി കയറ്റിയിട്ട് അതൊന്ന് തപ്പി നോക്കും നമ്മൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിഷലുണ്ട്, അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കളഞ്ഞു. കാരണം നമ്മൾ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കും ഒരു ബുദ്ധിമുട്ട്. ഇപ്പം നമ്മളെ ഉള്ള മീനൊക്കെ ആ മീനൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ വലയ്ക്കകത്ത്. ചെമ്മീൻ ഈ ഞങ്ങൾ തപ്പുന്ന ആ പോർഷൻ നമ്മുടെ ആ ബീച്ചിൽ നിന്ന് സംസാരിക്കാൻ ഞാൻ പറ്റാത്തതാണ്. ഞാനത് വീശിട്ട് ഇപ്പോൾ ഒരു 2 കിലോ അടുത്ത് കരിമീനുണ്ട്. ഞാൻ ഇപ്പം ഈ തപ്പുന്നത് ഈ പോർഷനായിട്ട് കാരി ഒരുപാട് വലുപ്പമില്ല, എന്നാലും കാരി ഇഷ്ടം പോലെ മുട്ടുന്നുണ്ട്. നമ്മൾ ഈ തടവലയിലേക്ക് ചെമ്മീൻ വരാനായിട്ട് നമ്മൾ പുറമോട്ടൊരു കമ്പ് വലിച്ചൊക്കെ നമ്മൾ കുത്തി കൊടുത്തായിരുന്നു. അപ്പോൾ ചെമ്മീൻ അതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. നമ്മളതിൽ ആ തടവലടില്ല ആ ഒരു മൂല എന്ത് മുറിച്ച് പൊക്കി നോക്കിയേ, അവിടെ തന്നെ കിടപ്പുണ്ട്. ഒരു 1/4 കിലോ ചെമ്മീനോളം അവിടെ തന്നെ കിടപ്പുണ്ട്. അത് എൻ്റെ കൈ എടുത്തേച്ച് അത് കയ്യിൽ ഒതുങ്ങിയ പോലും ഇല്ല. കുറേയൊക്കെ ആ വലക്കകത്തോട്ട് തന്നെ. ചെമ്മീൻ നല്ല വെള്ളം വരുന്ന അങ്ങോട്ട് ഈ ചെമ്മീൻ തെളിഞ്ഞ് കയറും. അതാ ഇപ്പം ഈ കൈ കൊണ്ട് ചവറടിച്ച് മാറ്റാൻ നേരത്ത് ചെമ്മീൻ അങ്ങോട്ട് വരും. ചെമ്മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നമ്മളിപ്പോൾ ഇത് തടവലല്ല, സാധാരണ നമ്മൾ ഉള്ളുമ്പലെന്നാണ് മീൻ എടുക്കുന്നത്. ഈ ചെമ്മീനാകുമ്പോൾ അങ്ങോട്ട് മാറുന്നില്ല, ഇങ്ങോട്ട് തന്നെ നിൽക്കുന്നു. ഒഴുക്കായതുകൊണ്ട് ഈ തടവലയ്ക്കകത്ത് തന്നെ ചെമ്മീൻ നിൽക്കുക. അതിപ്പോൾ ഇനിയിപ്പോൾ ഓരോന്ന് പെറുക്കി എടുക്കുക. ഇത് നമ്മളിപ്പോൾ ഒരു മുറിച്ച് കേട്ടോ. അതിൻ്റെ അകത്തപ്പം കിടക്കുന്ന ഒരു ചേരയും ഒരു നീർക്കോലും ഉണ്ട്. ചേരനെ ഇപ്പം അപ്പം പിടിച്ച് വാലൊക്കെ ഇറക്കി എറിയും. മലയിൽ കൊടുക്കുന്നൊരു സാധനമാണ്. അതിനകത്തൊരു നീർക്കൂലിയും കിടപ്പുണ്ട് കേട്ടോ. അത് ഇതിപ്പം നമ്മുടെ ഈ പറ്റുകണ്ണി വല ആയതുകൊണ്ട്, നമ്മൾ തെളിവ് വലയായിരുന്നെങ്കിൽ നമ്മുടെ വലയെല്ലാം ചേര ഉടക്കി എന്താ എഴിഞ്ഞു പോണുണ്ട്. ഇനിയിപ്പം ഒരു നീർക്കൂലികളെ കാണാം. ആ നീർക്കോലിനെ ഇപ്പം ഞാൻ പിടിച്ചു. പിടി തന്നില്ല, ബാലപ്പുഴ വലിച്ചാൽ പക്ഷേ അവനങ്ങോട്ട് മാറി. അവനൊക്കെ എടുക്കും. അവസാനം കൈകളിലൊക്കെ കരച്ച് തളിച്ചതല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം ചെമ്മീനാണ് കേട്ടോ. ഈ ഓരോ ചവറ് വരുമ്പോഴും ഒരു ചവറിനകത്ത് ഇഷ്ടം പോലെ കണ്ട നീർക്കൂലി. നമ്മളെ ചവറെല്ലാം വാരുമ്പോൾ ഒരു സൈഡിലേക്ക് തെളിഞ്ഞ് ചെമ്മീൻ മാറും. ചവറിങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കാതെ ഒരു സൈഡിലേക്ക് തെളിഞ്ഞ് മാറിയ ചെമ്മീനെ ഇപ്പം നമ്മൾ കൂട്ടിയെടുക്കുന്നത്. ഒരു കൊഞ്ചുണ്ട് കേട്ടോ.
ഇത് നമ്മൾ ഈ രണ്ടാമത് എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പം ഞാൻ എന്താണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ അപ്പം തോന്നുന്ന ആ ഒരു ഫീലിങ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഇപ്പം രണ്ടാം സ്വരം കൊടുക്കുന്നതുകൊണ്ട് എന്തുമാത്രം അത് ഇതുമായിട്ട് സിങ്കാവുന്ന ഒന്നും അറിയാൻ മേലാട്ടെ. ഇപ്പോഴത്തെ ഒരുമാതിരി നല്ല കൊഞ്ചത് അത് കണ്ട ഒരു തുള്ളി ചവറിൽ അത് ചെമ്മീൻ മാത്രം നോക്കി കണ്ട. അതും കാലൻ ചെമ്മീനാട്ടെ. അത് കാലൻ ചെമ്മീനാന്ന് ഈ മീൻ തൂക്കാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അവിടെ കൊട്ടയിൽ ഇഷ്ടം പോലെ ചെമ്മീൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ചെമ്മീനും ആ മീൻ കൊടുക്കുന്ന കടയിലും ഇരുന്ന് ചെമ്മീൻ തമ്മിൽ കണ്ടാലേ അറിയത്തുള്ളൂ. നമ്മുടെ ചെമ്മീൻ നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്, കാലൻ ചെമ്മീൻ എന്ന് പറയും. കണ്ടത് ആ കാല് തൂങ്ങിക്കിടക്കും. അത് കണ്ട നല്ല അടിപൊളി ചെമ്മീനാണ് കേട്ടാ. നമുക്ക് ഇനി അങ്ങോട്ട് വല എടുക്കാറുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ രണ്ട് മുറിയായിട്ടാന്ന് തോന്നുന്നു ഇനി അങ്ങോട്ട് വല എടുക്കാറുണ്ട്. അവിടെ 150 ചെമ്മീനേ ഉള്ളൂ. അത് നമ്മൾ ഇനിയിപ്പോൾ പൊക്കി പോളപ്പുറത്തോട്ട് വെച്ചിട്ട് കൈക്ക് പെറുക്കി ഇടുക കേട്ടോ. 150 ചെമ്മീനേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തെളിച്ചപ്പോൾ ഒരു സൈഡിലേക്ക് അടിഞ്ഞുകൂടി എല്ലാം കൂടെ വന്നായിരുന്നു. അപ്പൻ്റെ കയ്യിലിരിക്കുന്ന എന്തോന്ന് നോക്കിയേ എന്താ നീർക്കൂലി. അതാ ഉടക്കിയത് കേട്ടാ. നീർക്കൂലി ആ വലയുടെ കണ്ണിൽ കയറി ഉടക്കി അടിച്ചടിച്ച് അപ്പൻ്റെ കയ്യെ ചുറ്റി കിടക്കുക. ശിവൻ്റെ കഴുത്തെ ചുറ്റി കിടക്കുക നമുക്ക്. ഓ അവിടെ വീണു. ഇന്നിപ്പോൾ നമ്മൾ 2 മുറി കേട്ടോ. ഇന്നത് കൊഞ്ച് കാണുന്നുണ്ട് കേട്ടോ. 150 കൊഞ്ച് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇട്ടത് നമുക്ക് ഒരു കൊഞ്ചാണ് ഇത്ര നേരമായിട്ട് നമുക്ക് കിട്ടിയത്. രണ്ടാമത്തെ മുറി നമ്മൾ മുറിക്കും കേട്ടോ. രണ്ടാമത്തെ പുറത്താണ് മുറിക്കാൻ പോകുന്നത്. അടുത്ത മുറി മുറിച്ച് ഒരു കൊഞ്ചിനെ കാണാൻ കേട്ടോ. അറിഞ്ഞില്ല ആ വല ഉടക്കിയിരിക്കുന്നതെല്ലാം അറിഞ്ഞില്ലത്. എടുക്കുന്ന കൊഞ്ചാണ്ട നല്ല സൂപ്പർ കൊഞ്ച. എന്താ അത് അപ്പാപ്പി കൊഞ്ച കേട്ടോ. അടുത്ത ഞാൻ കൊഞ്ചിന് വേണ്ടി ഞാൻ തപ്പു കേട്ടോ. കൊഞ്ച് ഇല്ല. അടുത്ത കാലം കൊഞ്ച് വരുന്നതാണ്. കാലം കൊഞ്ചാണ് അപ്പാപ്പി കൊഞ്ചെന്ന് പറയുന്നത് കേട്ടോ. അപ്പാപ്പി പിടിച്ചിടുന്നതെല്ലാം അപ്പാപ്പി കൊഞ്ച. ചെമ്മീൻ ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത കൊഞ്ച് ചെമ്മീൻ ഇനിയിപ്പോൾ നമ്മൾ ഒരു വശത്തോട്ട് നമ്മൾ തെളിച്ച് കൈ എടുക്കും. അടുത്ത കൊഞ്ചിനെ മാത്രം നോക്കി പെറുക്കുക കേട്ടോ. അതേ അടുത്തത്. അത് പളന്തനാന്ന് തോന്നുന്നു. അതിനെ കാണുമ്പോൾ അറിയാം. ഈ പളന്തൻ കൊഞ്ചിന് നമുക്ക് വില കിട്ടുന്നില്ല കേട്ടോ. പളന്തൻ ഇങ്ങനെ ഞെക്കുള്ളുന്ന കൊഞ്ചേ അതിന് നമുക്ക് വില കിട്ടത്തില്ല. അത് എക്സ്പോർട്ടിങ് ചെയ്യുന്ന കൊഞ്ചാണ്. അപ്പം അതിന് വില കിട്ടാൻ പാടാണ്. ചെമ്മീൻ ആ ഒരു വശത്തോട്ട് ചാടി കയറുന്നതല്ല. ഇനിയിപ്പോൾ വല നമ്മളൊരു ശകലം ലൂസ് ഇട്ട് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങോട്ട് ചെമ്മീൻ എല്ലാം കൂടെ നിരച്ച് ആ വശത്തോട്ട് വരും. ഇത് നമ്മുടെ ഇനിയിപ്പം ചെമ്മീനൊക്കെ ഒരു സൈഡിലേക്ക് മാറി കേട്ടോ. തെളിഞ്ഞ ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് വല കാണാം. ഇത് കണ്ട അതേ വല ആ വല കയറിയിരിക്കുന്നതല്ലേ. ആ അടുക്കെല്ലാം ഒന്ന് പെറുക്കി മാറ്റിയിട്ട് ഇപ്പം നമ്മൾ വല മുറിച്ചില്ല. ആ തെളിഞ്ഞ് കിടക്കുന്ന ചെമ്മീൻ നമ്മളങ്ങ് എടുക്കും. ഇപ്പുറ സൈഡ് അതിൻ്റെ ഇപ്പുറ സൈഡിലായിട്ട് ഈ ചവറും ചെമ്മീനും എല്ലാം കൂടെ. ഇത് കണ്ട ഈ സൈഡിൽ ചെമ്മീൻ മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങും. ഈ തെളിഞ്ഞ വശത്തോട്ട് മാറിക്കൊടുക്കും. ചെമ്മീനല്ല എല്ലാ മീനും കേട്ടോ. ചെമ്മീൻ മാത്രമല്ല. അങ്ങനെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ അതിങ്ങനെ മാറി തരാം. നമുക്ക് തെളിഞ്ഞ് കിട്ടും. നോക്കിയാൽ കണ്ട ആ മുറിക്കാൻ തന്നെ ഒരു 1.5 കിലോ അടുത്ത് ചെമ്മീനുണ്ടെന്ന് തോന്നുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ചെമ്മീൻ കിടപ്പുണ്ട്. അപ്പം ചെമ്മീൻ ചവറും ചെമ്മീനും എല്ലാം കൂടെ കിടക്കുന്നത്. നമ്മളങ്ങോട്ട് ഒരു ശകലം വല വലിച്ച് ലൂസ് ചെയ്തിട്ട് കൊടുത്താൽ ചെമ്മീൻ അങ്ങോട്ട് തെളിഞ്ഞ സ്ഥലത്തോട്ട് മാറത്തുള്ളൂ. കണ്ട അതിൽ ആ വാരുന്ന എല്ലാം ചെമ്മീൻ കണ്ട ചെളി കണ്ട ആ ഒരൊറ്റ വാരി ഒരു ശകലം ചവറ് വെച്ചതിൻ്റെ അകത്ത് തന്നെ ഇപ്പം 4 ഇപ്പോൾ തന്നെ പെറുക്കി. ഇത് ഇനിയും ഉണ്ട്. ഇനിയില്ല കേട്ടോ. ഉണ്ടെന്ന് തോന്നുന്നു. ആർക്കറിയാം. നോക്കിയാൽ അത് ചെമ്മീൻ മാത്രമല്ല കണ്ട.
ചെമ്മീൻ മാത്രമല്ല അതിൻ്റെ അത് ഒരു ശകലം എങ്ങാനും അതിൻ്റെ കാലിലൊക്കെ പിടിച്ചിരിക്കുന്ന ചവറുണ്ടെങ്കിലുള്ളൂ, ബാക്കി മൊത്തം കണ്ട ഇത്. അതിൻ്റെ ഒന്ന് അയ്യോ നല്ലൊരു നാടൻ പഴമുണ്ട്, അത് ചിലപ്പം ചാടാൻ സാധ്യതയുണ്ട്. ആ ഉടക്കി കിടക്കുന്ന കോലാനായിട്ട് നല്ല സൂപ്പർ കോലം. കോലാണ് മുരശാണ്, അത് മുരശ ഉടക്കി കിടക്കുക. അതിനകത്ത് വരാലും കിടപ്പുണ്ട്. വരാൽ ചിലപ്പം ചാടാൻ സാധ്യത കാണും. അതാ വലയിട്ട് നമ്മളൊന്ന് മൂടി പിടിച്ചിരിക്കുന്നത് കേട്ടോ. കുഞ്ചിൻ്റെ കാലാണ് മേളിലോട്ടിരിക്കുന്നത്, ആ വലയിൽ ഇറുക്കി പിടിച്ചിരിക്കുന്നത്. വരാലിനെ ഇപ്പോൾ എടുക്കുന്നതായിട്ട് എടുത്ത് മാറ്റുമോ വരാൽ? ഇതേ വരാൽ ചാടിപ്പോകാൻ ചാൻസ്. ഇതേ നമ്മുടെ ആ വട്ടവലയ്ക്കകത്ത് ഒരു വരാൽ കിടപ്പുണ്ട് ഓൾറെഡി. ഇതിൻ്റെ കുറേ വിക്ഷൽ നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ, കാരണം അവിടെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവും കാണുന്ന നിങ്ങൾക്കും. അത് എന്തോ ഇത് എഡിറ്റ് ചെയ്യാണ്ടിരിക്കുന്ന എനിക്കും ഒരു ബുദ്ധിമുട്ട് ഈ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വല എടുക്കാനുണ്ടോ എന്ന് തന്നെ ഞാൻ ഓർക്കുന്നില്ല. ഇല്ലെന്ന് തോന്നുന്നു, വലയെല്ലാം എടുത്ത് തീർന്നു. വലയെല്ലാം എടുത്ത് തീർന്നു കേട്ടോ, കംപ്ലീറ്റ് വല എടുത്ത് തീർന്നു. ഇനിയിപ്പം കരക്കോട്ട് കയറി കഴിഞ്ഞപ്പോൾ ആ വലയൊന്ന് അടിച്ച് കരുകണം. നമ്മുടെ ചെറിയ കലത്തിലായിരുന്നു ഈ ചെമ്മീൻ എടുക്കുന്നത്. നമ്മൾ റെജിയണ്ണൻ്റെ ഒക്കെ വീട്ടിൽ വന്നു കേട്ടോ. അല്ല എത്ര കാലം വേണ്ട കണ്ടിട്ട്. എല്ലാം മറന്നു പോണ ആളാ ഈ അപ്പൻ. കൊടുക്കാൻ പറഞ്ഞോട്ടെ കൊടുത്തോ. എങ്ങോട്ട് കേട്ടാൻ മാർഗമില്ല. തള്ളത്തിയ കൊട്ട കാണാ മൊത്തം നോക്കി ഇരിക്കുക. കൊഞ്ച് ഏത് ഭാഗത്താണ്? കൊഞ്ച് തപ്പി നോക്കാനായിട്ട്. കൊഞ്ച് 6000. കുത്തന 6000. കൊഞ്ച് വാള കരിമീനൊക്കെ ഉണ്ട്. എന്റെ പേര് പറഞ്ഞാൽ പറയുമ്പോ എന്റെ പേര് കാണണം. പറഞ്ഞു കൊടുക്കുക ഞാനാണ്. ആണോ? ഇന്ന് വരെ നീ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് പറയാത്തല്ലേ. നമ്മള് കൊറേ കാലങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം റെജിയണ്ണുമായിട്ട് ബന്ധപ്പെടുന്നത് കേട്ടാ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഇപ്പോൾ ഒരു 6 മാസക്കാലമായി റെജിയണ്ണുമായിട്ട് നമ്മള് ബന്ധപ്പെട്ടിട്ട്. റെജിയണ്ണ കൂരിയും കാലിക്കുഞ്ഞും ഒക്കെ ഉണ്ടേ, നോക്കോ. അവൻ എന്തൊക്കെ കാരണം നമ്മുടെ കൊഞ്ച വന്നത് ഇത്ര ഞാൻ പെറുക്കിയിട്ടില്ല. നീ പെറുക്കിയിട്ടില്ല, എനിക്ക് പെറുക്കിയിട്ടായിരിക്കും. അതാ ഒരു റെജിയണ്ണ ഒരു കൂരിക്കുന്നത് ഈ കാലിക്കുഞ്ഞിനെ ഒന്ന് കൂരിയാൻ കളയട്ടെ. അത് കുഞ്ഞല്ല, അത് വലുതാ. റെജിയന്റെ തട്ട വന്നിട്ട് നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തതാണ്.
എന്താ കടമിൽ വിലയില്ലാത്താണ് വെറും കച്ചറ എല്ലാ സൈസും നല്ല മൂന്നര വിലക്കായി. അത് പോയി ഭാവി വല്ല വേറുമാരായിട്ട് ചെമ്മീൻ 13 കിലോ. 13 കിലോ എന്നാ കുറെ കാര്യം ചോട്ടത്. ഇതെല്ലാം കാര്യമല്ല. മലയാളി മലയാളി എല്ലാം വില ഇടുക വില ശ്രീമാർ വല്ലതും കൊണ്ടുവന്നത് കൊഞ്ചു തീർക്കുന്ന സാധനം കൊഞ്ചു നമ്മളെ കൊഞ്ചു നോക്കാവുക സംവിധാനങ്ങളാണ്. കൊഞ്ചുണ്ടായിരുന്നല്ലേ എത്തവണ? അത് ഞങ്ങള് ഒതുക്കാൻ പോയിട്ട് കൊഞ്ചില്ലെന്നാ ഞങ്ങളത് കൊഞ്ചില്ലേ? കൊഞ്ച് ഇത്ര നല്ലതുണ്ടോ? ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വിട്ടാ എടുക്കുക. ഫസ്റ്റിൽ പോകത്തില്ല. ഇതിനുള്ള കുഴപ്പം പോകും. ഇല്ല, അത് നിങ്ങൾ പോകുന്നത് കൊണ്ട് കൊടുത്തു. ഇത് കമ്പനി എടുക്കുക. ഇവിടെ വിടരുത്. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ചുമ്മാ നിങ്ങൾ മണ്ടത്തരം പറയാം. ഒരു കൊഞ്ച് രൂപ എത്ര പോകുന്നത് ഇതെല്ലാം അനുഭവിച്ചിട്ടില്ല. എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇതെല്ലാം സെക്കൻഡ് ഗ്രേഡാണ്. ഈ കൊഞ്ച് പ്രത്യേകിച്ച് ഒരുത്തരം എടുക്കുകയില്ല. എല്ലാ കാരണം സർക്കാരിൻ്റെ കൊഞ്ച് ഇത് കറിക്കാർ പോലും മേടിക്കുക. കണ്ടാൽ അവരും മുറിച്ചു വിടുന്നതാണ് ആ മീശ. ഇതല്ലാതെ അവർ മുറിച്ച് വിടുന്നത്. ഇപ്പം ഇത്ര ഉണ്ട് ഫസ്റ്റ് കൊഞ്ച്. അതായത് 700 രൂപ വിലയുടെ കൊഞ്ച്. മറ്റേ 400 രൂപയുടെ വില കൊഞ്ചാണ്. ഇത് 700 രൂപ. ഇത് 700 രൂപ. അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ. ഒന്ന് 950 കൊഞ്ചാണ്. 980 ഈശോഞ്ചി വന്നിട്ടുണ്ട്. 950 ഈശോഞ്ചി. ഇത് കമ്പനി എടുക്കുമ്പോഴേ ഇത് ഇങ്ങനെ വിടരുത്. ഇത് ഇങ്ങനെ വിട്ടുപോരുത്. ഇങ്ങനെ വിട്ടുപോയാൽ കമ്പനി എടുക്കത്തില്ല. നമ്മള് കരക്കാരൊക്കെ കമ്പനി പുറത്തോട്ട് കയറി പോകുന്നുണ്ടോ കേട്ടാ? അല്ലേ അല്ലേ അണ്ണാ? അതെ അതെ. അപ്പൊ 600 കുടിക്കാം. 600 തീർന്നല്ലോ. തീർന്നു. വരാൻ എന്നാ ഉണ്ടായിരുന്നു അണ്ണാ? തൂക്കിയായിരുന്നു. വരാൻ തൂക്കിയായിരുന്നു കേട്ടോ. 2 കിലോ വരാൻ. എന്നാ റജി അണ്ണാ അത് 1 കിലോ മേളിയില്ലേ? ഇത് ഇത് 1 കിലോ മേളിലുണ്ട്. കറി വെച്ചിട്ട് പോരായിരുന്നു. അപ്പോൾ 3 കിലോ 1950. ആ പിന്നെ കൊഞ്ച് 950 അല്ലേ പറഞ്ഞു അല്ലേ? കൊഞ്ച് ഫസ്റ്റ് കൊഞ്ച് 1400. 1320. ആ സെക്കൻഡ് 600. 650 ആണ്. വരാൽ ഇവിടെ വിട്ടിട്ട് പണി തുടങ്ങാം. 40-60 അല്ലേ അണ്ണാ? 40-60 പരിപാടിയാണ്. നമ്മളാ പറയാൻ ചെമ്മീൻ കൊഞ്ചു
അതല്ലേ ഉള്ളു ഞങ്ങളെ അത്രേ ഉള്ളൂ. ഇതെല്ലാം ശരിയാണ്. എൻ്റെ കുറുവ ചെമ്മീൻ പൂളകൻ കുറുവ അപ്പുറം പിന്നെ പള്ളത്തി ചെമ്മീൻ കടാപ്പെട്ട് കൊണ്ടായിരിക്കും. ഇതാ കൊഞ്ചം കൊണ്ട് നല്ലതുണ്ട്. രാവിലെ വിശ്വസിച്ച് എടുത്തിട്ടുണ്ട്. അത് വേണ്ട കൊഞ്ച് ചെറുകൊഞ്ച വലിയ കൊഞ്ചൊക്കെ എണ്ണം മാറ്റി വെച്ചിരിക്കുകയാണ്. വലുതൊക്കെ മാറ്റി വെച്ചിരിക്കുക. കാരണം നമ്മള് കാണും. ആ ഇത് പോട്ടെ. ഇത് എങ്ങനെയാ എടുക്കുന്ന ഏതാ ഈ വാണത്തില്ല? വാണഞ്ചില്ല എടുക്കാം. എടുത്തിട്ട് താഴോട്ട് നോക്കും. അവിടെ പോയി. പോട്ടെ, തുടർന്ന് ഞങ്ങളെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഞങ്ങളുടെ കായലിനെ പറ്റിയ കാരണം ഇങ്ങോട്ട് ലാൻഡ് ചെയ്തിരിക്കുക. ശരി ശരി. അങ്ങനെ ആയിക്കോട്ടെ. തൂളി എന്ത് വില? നമ്മുടെ റെജിയാ കേട്ടോ. എന്നാ തൂളി എന്ത് വില എന്നാ? തുണി നല്ല വിലയാ. ആണോ? കടമ്പ തുണി എന്ന് പറയാതെ അത് നാളെടുത്തത് കാണാൻ കടമ്പ് കടക്കണം. നമ്മളെ കരയ്ക്കെടുത്തോ മീനായത് കേട്ടാ. പിന്നെ ഇപ്പോഴേ ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതേ അങ്ങോട്ട് പോയിക്കും. നല്ല മഴയാ കേട്ടാ. ഞാൻ പിന്നെ നമ്മളെ മീൻ അവിടെ വിരിച്ചിടുന്ന വിരി നമ്മളെ വള്ളത്തെ കിടപ്പുണ്ടായിരുന്നു. അതാ പുറച്ചത്. നമ്മൾ കരക്കരുത്. ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത കേട്ടാ. അതിൻ്റെ മുള്ളി ഇവിടെ ഉറത്തിൻ്റെ മുള്ളി ഈ നഖത്തിൻ്റെ ഇടവഴി കുത്തി. അപ്പം ഇപ്പം നല്ല മഴയുണ്ട്. അപ്പം അപ്പാപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പം നമ്മളെ സുഹൃത്തുക്കളില്ല അവിടെ വല വെക്കുന്നുണ്ട് കേട്ടാ. നമ്മളെ പണ്ടാര കുളം മോനിച്ചാനൊക്കെ മോനിച്ചാനും മനേഷും ഓമനക്കൂട്ടനുമാണെന്ന് തോന്നുന്നു കേട്ടാ. മനേഷാണ് ആ വണ്ണമുള്ള വരുന്ന. അത് മനേഷ് തന്നെ. പിന്നെ ഹലോ, അങ്ങോട്ട് പോയപ്പോഴേ മൈൻഡ് ചെയ്തില്ല. മീൻ കൊടുക്കാൻ പോവുക. ഇപ്പൊ ഫ്രീയാ. മരേട്ടേ. അപ്പൊ അവരില്ല അവിടെ ഓമനക്കുട്ടണ്ണൊക്കെ ഇല്ല അങ്ങ് നടുക്ക്. അപ്പൊ അവരില്ല അങ്ങോട്ട് പോകാൻ. അപ്പം നല്ല കട്ടി മഴയുണ്ട് കേട്ടാ. ഈ വെട്ടിച്ചില് മഴ. അപ്പനാണെങ്കിൽ ഉണങ്ങി കയറിയിരിക്കുക. അപ്പന് പിന്നെ നമ്മുടെ ഈ ഇഞ്ചിനിൽ നിന്ന് ചൂട് വരും. പുള്ളി ആ ചൂടും പറ്റിയിരിക്കുക. അപ്പോൾ അന്തരീക്ഷമൊക്കെ നല്ലപോലെ ഇവിടെ കണ്ട നല്ലതുപോലെ തെളിഞ്ഞിരിക്കുക. അത് ഒരു കുഴപ്പമില്ല. അന്തരീക്ഷത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ലപോലെ നമ്മുടെ നേരെ മേളിലാണ് മഴക്കാറ് കണ്ടോ. പക്ഷികളെല്ലാം പറക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ ഇടയ്ക്ക് വെച്ച് സൗണ്ടിന് ശകലം കുറവ് വരും കേട്ടോ. സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം വരും. അത് നമ്മൾ എന്താണെന്ന് അറിയാൻ മേല. എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന പോലെ ബൈ ബൈ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തേ ഷിബുണ്ണും ബിജുണ്ണും കൂടെ വന്ന്. ഇവര് നമ്മുടെ സഹോദരങ്ങളാ കേട്ടോ. അപ്പോൾ അവര് അപ്പം നമ്മ പരാര് വന്ന. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ കരക്കായിട്ട് എടുത്ത്. അപ്പോൾ അവർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് അവർക്ക് വേണ്ട. ഞാൻ പിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് വേണ്ട. അപ്പം നമ്മളെ സബ്സ്ക്രൈബറും കൂടെ കേട്ടോ രണ്ടുപേര്. അപ്പോൾ ഒരുപാട് അണ്ണ ഇനി എന്നാ പോണേ? ഞാൻ ഒക്ടോബർ 2 പോകാനുള്ള തീരുമാനത്തിലാണ്. പക്ഷേ ഇച്ചിരി നീളും. വള്ളംകളിക്ക് തുഴയുന്നുണ്ടോ? ഞാൻ തുരുത്തിത്തറ. ഓക്കെ, നമുക്ക് കാണാം. അപ്പൊ ശ്രീവിനായകനിൽ ഞങ്ങളെ ട്രോഫി എടുത്തു. ആണോ? ഓ, അപ്പൊ നമുക്ക് നെഹ്റു ട്രോഫി വെച്ച് കാണാം. ഇതാണ് അതിനുവേണ്ടി വെക്കേഷൻ ലീവ് എടുത്ത് അവര് അറബിയുടെ കായ് പിടിച്ചു വന്ന്. അല്ല അതിന് അവിടെ കിടക്കത്തില്ലേ.